ഹായ്, വെൽക്കം ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയാണ്. 10:40 ട്രെയിൻ ഒരു ഹാഫ് ആൻ അവർ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ. ഇത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ? ഞാൻ പഴയ കുറേ ഓർമ്മകൾ പൊടി തട്ടിയെടുക്കുവാൻ. ആ ഓർമ്മകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, SCMS കൊച്ചിൻ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് 2 ഇയേഴ്സിൻ്റെ ഒരു PGDM കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വിച്ച് ഈസ് ഈക്വലൻ്റ് ടു MBA. അത് ഞാൻ SCMSൽ നിന്നാണ് ചെയ്തത്. അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ്സിനെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോകുകയാണ്. ആദ്യം ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ശ്രുതി കാസർഗോഡ് നിന്നാണ്, നിഷ ആലപ്പുഴയിൽ നിന്നും, ഞാൻ തൃശ്ശൂരിൽ നിന്നും. ഒരു ഇൻട്രോവേർട്ടും ഒരു എക്സ്ട്രോവേർട്ടും ഒരു ആംബിവേർട്ടും, റൂംമേറ്റ്സ് ടു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ കഥയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഗെറ്റ് ടുഗദറിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഞാൻ എറണാകുളം എത്തി. നിഷ ഓൾറെഡി കൊച്ചിനിൽ ഇന്നലെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഞാനും നിഷയും 6 വർഷത്തിന് മുന്നെയാണ് ലാസ്റ്റ് മീറ്റ് ചെയ്തത്. ദുബായിൽ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ യൂഷ്വലി ഉള്ള ഗുരുവായൂർ ടെമ്പിൾ വിസിറ്റിൻ്റെ ഇടയിലാണ് ആളെൻ്റെ വീട്ടിലോട്ട് വന്നത്. അന്ന് ഞങ്ങൾക്ക് ഹാർഡ്ലി ഒരു ഹാഫ് ആൻ അവറാണ് സംസാരിക്കാൻ സമയം കിട്ടിയത്. വിശേഷങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നൗ ഐ ആം വെരി എക്സൈറ്റഡ് ടു സീ ഹർ. ഞാനപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മീറ്റ് ചെയ്യണമെന്ന്, ഒന്ന് റെക്കോർഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് ആളവിടെ ഹോട്ടലിൽ റെഡിയാക്കിയിട്ടുണ്ട്. മിക്സഡ് ഇമോഷൻസ് ആയിരുന്നു നിഷയെ മീറ്റ് ചെയ്തപ്പോൾ. താഴെ നിന്ന് ബഹളം വെച്ച് ഡ്രാമ ആക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം തന്നെ റൂമിലോട്ട് പോയി. ഞങ്ങൾ ഹോസ്റ്റലായിരുന്നപ്പോൾ ചെറിയ സർപ്രൈസസും അതുപോലെ ഗിഫ്റ്റ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇപ്പോഴും വിട്ടിട്ടില്ല. ആ ഒരു ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ 19 വർഷം മുന്നേ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് റീകളക്ട് ചെയ്യുമായിരുന്നു. കോളേജിലെ ഓറിയൻറ്റേഷനൊക്കെ കഴിഞ്ഞ് ഞാനാണ് ആദ്യം ഹോസ്റ്റൽ റൂമിലെത്തിയത്. ലഗേജൊക്കെ വെച്ച് ഒന്ന് സെറ്റിലായതിനു ശേഷം ഡാഡിയും മമ്മിയും പോയി. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. സോ അതിൻ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ട്. അവർ പോയപ്പോൾ കരയാതെ കൺട്രോൾ ചെയ്ത് നിന്നു. നെക്സ്റ്റ് നിഷ വന്നു. നിഷയുടെ മമ്മിയും ചിറ്റയും ഒരു റിലേറ്റീവൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവർ നിഷയെ റൂമിലാക്കി ഒന്ന് കംഫർട്ടാക്കിയതിന് ശേഷം അവർ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുവാണ്. അത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ അങ്ങ് കരഞ്ഞു തുടങ്ങി. അപ്പോൾ നിഷയുടെ മമ്മിയാണ് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചത്. നിഷ കൂട്ടുണ്ടല്ലോ, ഇനിയൊരു ഫ്രണ്ടും കൂടെ വരാനുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നൊന്ന് സമാധാനിപ്പിച്ചിട്ട് അവർ പോയി. ഇനി ശ്രുതിയും കൂടെ വരാനുണ്ട്. ശ്രുതി എറണാകുളത്ത് ബാങ്ക് ഓഫ് ബറോഡയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ ഓർഡർ ചെയ്തോളൂ, ഞാനൊരു ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ ജോയിൻ ചെയ്തോളാം എന്ന്. ഞങ്ങളാണെങ്കിൽ ശ്രുതിനെ അങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ഷീസ് ദ ചിരിക്കുടുക്ക ഓഫ് അവർ ഗാങ്. ചെറിയൊരു കാര്യം കിട്ടിയാൽ തന്നെ പൊട്ടിച്ചിരിച്ചു തുടങ്ങും. ഞാൻ ശ്രുതിനെ ലാസ്റ്റ് കണ്ടത് 2009 അവളുടെ കല്യാണത്തിൻ്റെ അന്ന്. ഇപ്പോൾ ഞാൻ 16 വർഷത്തിന് ശേഷമാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. നിഷ എന്നെ 6 വർഷത്തിന് മുന്നേ കണ്ടു എന്ന് പറഞ്ഞല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ശ്രുതിനെ ഓഫീസിൽ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ശ്രുതിയുടെ വെഡ്ഡിങ് ഡേയുടെ അന്നത്തെ ഫോട്ടോ ആണ്. ഇതാണ് ഞങ്ങൾ ഒരുമിച്ചെടുത്തിട്ടുള്ള ലാസ്റ്റ് പിക്. ശ്രുതി ഒരു 5 മിനിറ്റിലെത്തുന്നു പറഞ്ഞു. അപ്പോൾ നമ്മൾ റിസപ്ഷൻ്റെ അവിടെ പോയി ഫോണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്, അവളെ മീറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്സ് ഒക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട്. അവളെ കാണാനായിട്ട് ഞങ്ങൾ റെസ്റ്റ്ലെസ് ആവാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് റെസ്റ്റോറൻറ്റിലോട്ട് എത്തി. ഞങ്ങളുടെ ചിരി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മെയിനായിട്ട് പണ്ടത്തെ ഹോസ്റ്റൽ വിശേഷങ്ങളും കോളേജ് വിശേഷങ്ങളും പറഞ്ഞിട്ടാണ് ചിരിക്കുന്നത്. ഇവിടുന്ന് ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ പിക്ചർ ക്ലിക്ക് ചെയ്തു. ഞങ്ങളുടെ ഗോസിപ്പ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നുള്ള മിക്ക വീഡിയോസും മ്യൂട്ടഡ് ആയിരിക്കും കേട്ടോ.
ഇതുപോലെയായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലിലെ അൺലിമിറ്റഡ് ചിരി ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം വന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാശി ആർട്ട് കഫേയിലാണ്. ഇവിടെ ഞങ്ങൾ ഹോസ്റ്റൽ ഡേയിൽ എടുത്തൊരു ഫോട്ടോ റിക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ 3 പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും മൈൻഡ് സെറ്റ്സും യൂണിക് സ്പിരിറ്റ്സൊക്കെയാണ്. ബട്ട് വി ആർ ദ പ്രൂഫ് ദാറ്റ് 3 mismatched puzzle pieces can create the most beautiful picture. എങ്ങനെയായി? ഹൈഡ്രേറ്റഡ് ആയ? സോ ഗുഡ്. ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സൊക്കെ ആണെങ്കിലും ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരേ മനസ്സായിരുന്നു. ഭക്ഷണം നമുക്കൊരു വികാരമായിരുന്നു. മിക്ക സൺഡേസും നമ്മൾ ഹോസ്റ്റലായിരിക്കുമ്പോൾ വീട്ടിലോട്ട് വരും. ചില സൺഡേസ് നമുക്ക് പ്രൊജക്ട്സോ അല്ലെങ്കിൽ എക്സാംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഹോസ്റ്റലിൽ തന്നെ നിൽക്കും. ആ ഒരു സമയത്ത് ഹോസ്റ്റൽ ഫുഡ് കഴിച്ച് മടുത്തിട്ട് കളമശ്ശേരിയിലുള്ള മേസ്ബാൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യും. ഉച്ചയ്ക്ക് ബിരിയാണി വന്നതിന് ശേഷം നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് പുറത്ത് നമ്മളൊരു ബോർഡ് വയ്ക്കും, ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ബിരിയാണി കഴിച്ചു കൊടുക്കും. ആ സമയത്ത് ഡോറിലൊന്ന് ആര് തട്ടിയാലും നമ്മൾ തുറക്കാറില്ല. കാരണം ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ 3 പേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജ്യൂസസ് ആണ് ഓർഡർ ചെയ്തത്. ജ്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം ഓർഡർ ചെയ്ത ജ്യൂസ് ആർക്കും ഇഷ്ടമായില്ല. ശ്രുതിക്ക് നിഷയുടെ ജ്യൂസ്, നിഷയ്ക്ക് എൻ്റെ ജ്യൂസ്, എനിക്ക് ശ്രുതിയുടെ ജ്യൂസ്. അങ്ങനെയായപ്പോൾ ഞങ്ങളെല്ലാം സ്വാപ്പ് ചെയ്തു. ഭയങ്കര പുളി. കാശി ആർട്ട് കഫേയിൽ നിന്ന് നമ്മൾ ഇറങ്ങി. ഇനി ബീച്ചിൻ്റെ അവിടെ പോയി സൺസെറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഈ കഫേ കാണാനായിട്ട് നല്ല ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അങ്ങനെയാണോ? നമ്മൾ ബീച്ചിൻ്റെ അവിടെ എത്തി. ഇറ്റ്സ് ടൈം ഫോർ സൺസെറ്റ്. ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴും നമ്മൾ ചെറിയ ചെറിയ ഔട്ടിങ്ങിനൊക്കെ പോകാറുണ്ട്. എസ്പെഷ്യലി ആഫ്റ്റർ ട്രൈമസ്റ്റർ എക്സാംസ്. ആ സ്ട്രെസ്സൊക്കെ ഒന്ന് പോയി കിട്ടാൻ. കോളേജിൽ ഞങ്ങൾ വേറെ വേറെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്സിലായിരുന്നു, അതുപോലെ വേറെ ക്ലാസ്സസിലായിരുന്നു. പക്ഷേ ഈവനിങ് ആവാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. റൂമിൽ വന്നിട്ട് എല്ലാ സ്റ്റോറീസും ഗോസിപ്സും അന്നത്തെ ഷെയർ ചെയ്യാനും ചിരിക്കാനൊക്കെ. എല്ലാവർക്കും ഇതുപോലെയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. എല്ലാവരും അവരുടെ ലൈഫിൽ അവരുടേതായ കാര്യങ്ങളിൽ ബിസി ആയിരിക്കും. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് സ്ട്രോങ് ആക്കുവാനായിട്ട് നമ്മളിടുന്ന കുട്ടി കുട്ടി എഫേർട്സ് ദാറ്റ് മാറ്റേഴ്സ്. Another beautiful sunset with my favorite people. As usual, പിന്നെ ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു.
നമ്മൾ പിന്നെയും നമ്മുടെ മെയിൻ ഫോക്കസിലോട്ട് തിരിച്ചു വന്നു, ദാറ്റ് ഈസ് ഫുഡ്. ഫോർട്ട് കൊച്ചിയിലുള്ള ലോഫേഴ്സ് കോർണർ എന്ന് പറയുന്ന ഒരു കഫേയിലാണ് നമ്മൾ വന്നത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം സംസാരിച്ചിരുന്നു. നമ്മുടെ ലൈഫിൽ അപ്ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു. നമുക്ക് 3 പേർക്ക് മാത്രമായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ നമുക്കതിലൊരു ഡെയിലി കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. എപ്പോഴെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്താലായി. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ പറയുന്ന പോലെ ഐ ഫെൽറ്റ് ലൈക്ക് വി കുഡ് ഈസിലി സ്റ്റാർട്ട് റൈറ്റ് വെർ വി ലെഫ്റ്റ് ഓഫ്. കുറേ നാളുകൾക്ക് ശേഷം ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ അതൊരു തെറാപ്പി പോലെയാണ്. വി വിൽ ഫീൽ സോ റിഫ്രഷ്ഡ് ആൻഡ് എനർജറ്റിക് ആഫ്റ്റർ ദാറ്റ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മണിക്കൂറുകളോളം ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. നെക്സ്റ്റ് ഒരു മീറ്റിങ്ങിന് 16 വർഷത്തെ ഗ്യാപ്പൊന്നും എടുക്കാതെ നെക്സ്റ്റ് ഇയർ തന്നെ കാണാമെന്ന് പ്രോമിസ് ചെയ്തു. ഇതാണ് ഞങ്ങൾ SAMS ഗേൾസ് ഹോസ്റ്റലിലെ റൂം നമ്പർ 16 സ്വീറ്റ് 16 ഗേൾസ്. നിങ്ങൾക്ക് ഈ വീഡിയോയും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.